ഈ കോഴിക്ക് ആത്മാവുണ്ടോ എന്നതിനെപ്പറ്റി ഞാൻ കുറച്ച് നാളായിട്ട് കൂലങ്കഷമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ മറ്റ് ജീവികൾക്ക് ആത്മാവുണ്ടോ എന്നുള്ളത് ഒരു വളരെ കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എനിക്കൊരു ക്ലയൻ്റ് ഉണ്ടായിരുന്നേ. എൻ്റെ ക്ലയൻറ്റിൻ്റെ പേര് സേറ. പുള്ളിക്കാരത്തിക്ക് ഒരു 82 ഇയേഴ്സ് ഓൾഡ്. അവരും അവരുടെ ഹസ്ബൻഡും കൂടെ ഒന്നിച്ച് വീട്ടിൽ താമസിക്കുകയായിരുന്നേ. അപ്പം പെട്ടെന്ന് അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി, ഹാർട്ട് അറ്റാക്ക് വന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് 3 ആൺപിള്ളേരാണ് ഉള്ളത്. 3 ആൺപിള്ളേരും പല സ്റ്റേറ്റുകളിലാണ്, ഒക്ലഹോമയിലല്ല. അവർ കാൻസാസിലെ, കൊളറാഡോ, എനിക്ക് തോന്നുന്നത് ടെക്സസ്, അങ്ങനെ 3 സ്റ്റേറ്റിലായിട്ട് ആണ് 3 മക്കളും താമസിക്കുന്നത്. അപ്പോൾ ഇവർ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ താമസിക്കുകയാണേ. അപ്പോൾ അന്നേരം ഈ മക്കൾ ഫ്യൂണറൽ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ അമ്മയെ വേറെ ഒന്നും കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അന്നേരം അവരവിടെ താമസിക്കണം. അപ്പോൾ എനിക്കൊന്ന് ഒരു മോൻ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പട്ടിയെ, ഒരു പൊമറേനിയൻ പട്ടിയെ മേടിച്ച് ഈ അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞ് പുള്ളിക്കാരത്തി ആ പട്ടിയെ ടേക്ക് കെയർ ചെയ്തുകൊണ്ട് നടക്കുക. ഒരുപാട് അറ്റാച്ച്ഡ് ആയിപ്പോയി ആ പട്ടിയായിട്ട്. അമ്മച്ചി അങ്ങ് അറ്റാച്ച്ഡായി. പട്ടിയുടെ പേര് ജിമ്മ്. അപ്പോൾ അന്നേരം ഈ പുള്ളിക്കാരത്തി ഈ പട്ടിയെ ടേക്ക് കെയർ ചെയ്ത് ഇങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു. പെട്ടെന്ന് പട്ടിക്ക് എന്തോ ഒരു അസുഖം വന്നു. അതിന് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഇവിടെ വെറ്ററിനറി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഒരുപാട് ട്രീറ്റ് ചെയ്തു. പക്ഷേ അത് അവസാനം അതും ചത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരത്തിക്ക് ഒരു വലിയ മെൻ്റൽ ബ്ലോ ആയിപ്പോയി ഈ പട്ടി ചത്തു കഴിഞ്ഞപ്പം. എനിക്ക് തോന്നിയത് അപ്പച്ചൻ മരിച്ചപ്പോൾ പോലും ഇത്ര ബുദ്ധിമുട്ട് അമ്മച്ചിക്ക് ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. പട്ടി മരിച്ചപ്പോഴാണ് ഏറ്റവും വലിയൊരു വിഷമം ഉണ്ടായത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ പുള്ളിക്കാരത്തി ഒരു മെൻ്റലി ഒരു ഡിപ്രസ്ഡായിട്ട് മാറി. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കിന് പുള്ളിക്കാരത്തി പറ്റിയെന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ബാത്റൂമിൽ കയറി ബാത്റൂമിൽ വീണ് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടെ നിന്ന് എണീക്കാൻ മേലാതെ അവിടെ 2 ദിവസം ആ ബാത്റൂമിൽ കിടന്നെന്നുള്ളതാണ്. അപ്പം എണീറ്റ് വന്നിട്ട് വേണം ഫോൺ വിളിക്കാനും പറ്റത്തില്ല, എണീക്കാൻ പറ്റത്തില്ല, എവിടെയെങ്കിലും എണീക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആ ബാത്റൂമിൽ ആ തണുപ്പത്ത് ആ നിലത്ത് കിടന്നു. അപ്പം മക്കളിൽ ആരോ വിളിച്ചിട്ട് എടുക്കാതെ വന്നപ്പോഴത്തേക്കിന് വണ്ടിയിൽ അവർ ഡ്രൈവ് ചെയ്ത് ഇവിടെ വന്നിട്ട് ഈ അമ്മച്ചിയുടെ ഡോറ് നോക്ക് ചെയ്തിട്ട് തുറക്കുന്നില്ല. പിന്നെ അവരെ എങ്ങനെയോ ചവിട്ടി പൊളിച്ച് അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഏതായാലും അമ്മച്ചി ജീവനോടെ രക്ഷപ്പെട്ടു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലൈസ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു, ഒരു കാരണവശാലും ഇനിമേലിൽ വീട്ടിലോട്ട് പോകരുത്. ഒന്നീ നഴ്സിംഗ് ഹോം എന്ന് പറഞ്ഞാൽ ഓൾഡ് ഏജ് കെയർ ഹോം, അങ്ങോട്ട് പൊക്കോണം, അല്ലെങ്കിൽ മക്കളുടെ ആരുടെയും കൂടെ പൊക്കോണം എന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കിനും പിന്നെ അവരെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സിംഗ് ഹോമിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ പുള്ളിക്കാരത്തിയെ കാണുന്നത്. അപ്പം പുള്ളിക്കാരത്തിയോട് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളിക്കാരത്തി വളരെ ഇമോഷണലായിട്ട് എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിമ്മ് ഇപ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, ജിമ്മ് ഇന്ന് ജീസസിൻ്റെ മടിയിൽ ഇരിപ്പുണ്ട് എന്നെനിക്ക് ഉറപ്പുണ്ടെന്ന് എന്നോട് പുള്ളിക്കാരത്തി പറഞ്ഞു. അപ്പം ഞാൻ അതിനെ എൻകറേജ് ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി അങ്ങനെ വിശ്വാസം അങ്ങനെ ഇരിക്കട്ടെ. അപ്പം ഇപ്പം ജീസസിൻ്റെ മടി പട്ടി ഇരിക്കുന്നതായിട്ട് ഞാനെവിടെയും വായിച്ചിട്ടില്ല. കാരണം ജീസസ് പട്ടിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, കോഴിയെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം പട്ടി സ്വർഗത്തിൽ പോവെങ്കിൽ തന്നെ എവിടെയെങ്കിലും മടിയിൽ ജീസസ് പിടിച്ച് മടിയിൽ ഇരുത്തിയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും ചെയ്തതായിട്ട് നമ്മൾ ബൈബിളിൽ എവിടെയും വായിച്ചിട്ടില്ല. അപ്പം പട്ടിയുടെ കാര്യം ഒരിടത്ത് മെൻഷൻ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് യേശുക്രിസ്തു പറയുന്നുണ്ടല്ലോ, അതായത് യജമാനൻ്റെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കാറില്ലല്ലോ എന്നൊരു പറയുന്നത്. അപ്പോൾ അവിടെ നായ്ക്കുട്ടികൾ ഉണ്ടായിരുന്നുള്ള ഉറപ്പാണ്. അതുപോലെ കോഴിയുടെ കാര്യം പറയുന്നുണ്ട്. കോഴിയുടെ കാര്യം പറഞ്ഞ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പത്രോസ് തള്ളി പറഞ്ഞപ്പോഴത്തേക്കിന് 3 പ്രാവശ്യം കോഴി കൂവുന്ന കാര്യത്തെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ആ നാട്ടിൽ കോഴി ഉണ്ടായിരുന്നു എന്നുള്ളതും ഉറപ്പാണ്. അപ്പോൾ കോഴിയും പട്ടിയൊക്കെ ഉണ്ടെന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും സ്വർഗത്തിൽ പോകുമെന്നുള്ള ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നിയത്, ഇനിയിപ്പം ഏതെങ്കിലും ജീവി സ്വർഗത്തിൽ പോകുമെങ്കിൽ ഏറ്റവും നമ്പർ 1 പ്രിഫറൻസ് എനിക്ക് തോന്നുന്നു കോഴിക്കായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായി. മറ്റൊന്നും കൊണ്ടല്ല, ഒരു ദിവസം നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ ഒരു 20 കോടി കോഴി ചാകുന്നുണ്ട്. 20 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ 40 കോടി പോകുന്നുണ്ടെന്ന് കഴിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ 800 കോടിയാണ് ഭൂമിയിലെ ജനസംഖ്യ. അതിൻ്റെ ഒരു 5% ആ കോഴിയെങ്കിലും ഒരു ദിവസം ചാകുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം വെച്ച് കഴിഞ്ഞാൽ കോഴികൾ ഡെയിലി ചാകുന്ന ഇപ്പോൾ ഈ KFCയിലെ കെൻഡക്കി ഫ്രൈഡ് ചിക്കനിലൊക്കെ ലോകം മുഴുവൻ ഔട്ട്ലെറ്റ് നോക്കിയാൽ എത്ര ലക്ഷക്കണക്കിന് കോഴികളാവും ഡെയിലി ചത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഒരു 20 തൊട്ട് 40 കോടി കോഴികൾ ഡെയിലി ചാകുന്നുണ്ട്. അത് രക്തസാക്ഷികളാണ്, വെറും പാർട്ടികളല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ബൈബിളിൽ പറയുന്നുണ്ട്, രക്തസാക്ഷികൾ
സ്വർഗത്തിന് അവകാശികളാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും സ്വർഗത്തിൽ കോഴിയുടെ കശയായിരിക്കും, ഒരു സംശയവും എനിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 20 കോടി അല്ല 40 കോടി വെച്ച് ഡെയിലി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കോഴി മാത്രമേ കാണുള്ളൂ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇപ്പം നമുക്കങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് നട്ടം തിരിയാൻ പറ്റാത്ത രീതിയിലുള്ള കോഴികളായിരിക്കും. പ്രത്യേകിച്ച് നമ്മളാണ് കൊല്ലുന്നത്, നമ്മളാണ് ഇതിനെ കഴുത്തറുത്ത് കൊല്ലുന്നത്, നമ്മളാണ് കൊലയാളികൾ. അപ്പം നമ്മളവിടെ ചെല്ലുമ്പോഴത്തേന് ഇവന്മാരെല്ലാം കൂടെ നമ്മളെ കൊത്തി ഓടിക്കും. അതാണ് വരാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഫുള്ളായിട്ട് കോഴികളായിരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പട്ടിയുടെ കാര്യത്തിലാണ് പട്ടികൾ മിക്കവാറും കാരണം ചാകുന്നില്ലല്ലോ. ചിലപ്പോൾ ചൈനയിലും നാഗാലാൻഡിലും ഒക്കെയുള്ള പട്ടികളാണ് ചാകുന്നത്, അതായത് രക്തസാക്ഷികളാകുന്നത്. ബാക്കി ഭൂമിയിലെ മറ്റൊരിടത്തുള്ളവർ പട്ടികളെല്ലാം സ്വാഭാവിക മരണപ്പെടുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് പട്ടികളൊന്നും അങ്ങോട്ട് ചെല്ലാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കോഴിയാണ് നമ്പർ 1 ആയിട്ട്. പിന്നെ മറ്റ് ആടുമാട് പന്നി അതുപോലെയുള്ള സംഭവങ്ങളെല്ലാം പോകുന്നുണ്ട്, പോത്ത എരുമ ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ നമ്പർ നോക്കുമ്പോൾ കോഴിയാണ് ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ പോകാനും ഏറ്റവും കൂടുതൽ കോഴി അതായത് മരണപ്പെടാനുമുള്ള സാധ്യതയുള്ളത്. ഏറ്റവും കൂടുതൽ ഭൂമിയിലെ രക്തസാക്ഷികളാകുന്നത് കോഴികളാണ്. മറ്റൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയത്തില്ല, ഇപ്പോൾ ഈ പുതിയൊരു ഈ കാലിഫോർണിയയിൽ നിന്നൊരു ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ പേര് ബിയോണ്ട് മീറ്റ്. നിങ്ങളിപ്പോൾ ഗൂഗിളിൽ അടിച്ചാൽ കാണാവുന്നതാണ് ബിയോണ്ട് മീറ്റ്. അതായത് ഈ ഇറച്ചി, അതായത് മീറ്റ് നമ്മൾ ഈ ലാബിൽ പ്രൊഡ്യൂസ് ചെയ്ത്, അതായത് ഗ്രോ ചെയ്തെടുക്കുക. അത് ഇതാണെങ്കിലും എന്നാ പറയുന്നത്, ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഇതെല്ലാം ലാബിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഭാവിയിൽ വരാൻ പോകുന്നത്, ഇനിയുള്ള കാലത്ത് ഈ ജീവികൾക്കെല്ലാം ആത്മാവ് വരാൻ സാധ്യതയുണ്ട്. ലോകത്തിലുള്ള സകല ജീവികൾക്കും ആത്മാവ് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനൊന്നും കൊല്ലേണ്ട ആവശ്യമില്ലെന്ന് വരുമ്പോഴത്തേന് ഇതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇതിനെല്ലാം നമ്മൾ ആത്മാവിനെ കൊടുക്കാൻ തുടങ്ങും. പിന്നെ ഇതിനെല്ലാം റൈറ്റ് ഉണ്ടാകും, ഹ്യൂമൻ റൈറ്റ് പോലെ ആനിമൽ റൈറ്റ്സ് ഉണ്ടാകും. അങ്ങനെ റൈറ്റ് ഉണ്ടാകും, അതിൻ്റെ പേര് നിയമങ്ങളുണ്ടാകും. അങ്ങനെ നിയമങ്ങളുണ്ടായിട്ട് മനുഷ്യന് അടുത്ത സ്ഥാനം ഈ ജീവികൾക്കെല്ലാം കിട്ടാനുള്ള സാധ്യതയാണ് ഇനിയുള്ള ഫ്യൂച്ചറിൽ എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനെ കൊല്ലേണ്ടി വരുന്നതുകൊണ്ടാണ് ഇതിന് നമ്മൾ ആത്മാവില്ലെന്നോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാനായിരുന്നു എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ കൊലയാളി. കാരണം എൻ്റെ വീട്ടിലുള്ള ആരും കോഴിയെ കൊല്ലത്തില്ലായിരുന്നു. അപ്പോൾ അന്നേരം എൻ്റെ മദർ പറയുമായിരുന്നു, ഒരു കാര്യം ചെയ്ത് നീ പൂവനെ പിടിച്ച് കണ്ടിക്കാൻ പറയും. അപ്പോൾ അന്നേരം ഞാൻ ഓടി ചെന്നതിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ രണ്ട് ചിറക് കൊണ്ട് പിടിച്ച് താഴോട്ട് വെച്ചിട്ട് അത് ചവിട്ടും. പിന്നെ അതുപോലെ 2 കാലും കൂടി അങ്ങോട്ട് വെച്ചിട്ട് ചവിട്ടിയിട്ട് നമ്മൾ കഴുത്തങ്ങ് കണ്ടിക്കുക. അന്നേരം ഞാൻ എൻ്റെ മദറിനോട് ഞാനൊരു കാര്യം ചോദിക്കുമായിരുന്നു. അതായത് ഞാൻ ചോദിക്കുന്നത് എത്ര ഉള്ളൂ, ഞാനിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ, ഞാൻ ചെയ്യുന്ന പാപമാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എൻ്റെ മദർ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ അതൊന്നുകൊണ്ടും പേടിക്കണ്ട, ഇതിന് കോഴിക്ക് ആത്മാവില്ല എന്നാണ് പറഞ്ഞത്. കോഴിക്ക് ആത്മാവ് ഇല്ല, അതുകൊണ്ട് നീ അതിനെ കൊല്ലുകൊണ്ട് ഒരു പ്രശ്നമില്ലെന്ന് എന്നോട് പറഞ്ഞു. അപ്പം കോഴിക്ക് ഇപ്പോൾ ആത്മാവില്ല, ഇനി ഫ്യൂച്ചറിൽ ആത്മാവ് വരാൻ സാധ്യതയുണ്ട്. കോഴി, ആട്, മാട്, പോത്ത, എരുമ, പന്നി ഇതിനൊന്നും ആത്മാവ് ഇപ്പം ഇല്ല. പക്ഷേ ഒരു 50 തൊട്ട് 100 വർഷത്തിനുള്ളിൽ ഈ കോഴിക്കും പോത്തിനും എരുമയ്ക്കും എല്ലാം ആത്മാവുണ്ടാകും. ഓക്കെ എന്നാലേ.